ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഭൗതികശാസ്ത്രത്തിലെ ഒരു അധ്യായമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, 7ാം ക്ലാസ്സിലെ പാഠം 7 മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. നോക്കൂ, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഇത് SCERT പാഠപുസ്തകത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഈ മർദ്ദത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് മറിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ പരീക്ഷണങ്ങൾ വായിച്ചത് കൊണ്ട് തന്നെ ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിരിക്കാനുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ബെർണോളിസ് തത്വം എന്നുള്ളൊരു പോയിൻ്റ്, അന്തരീക്ഷ മർദ്ദം എന്താണ്, ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് എന്നീ കാര്യങ്ങളാണ് പഠിച്ചിരിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് അത് പഠിച്ചിരുന്നാലും മതിയാവും. അപ്പോൾ ഇത് കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. അത് വൃത്തിയായി പഠിച്ചിരിക്കാനായിട്ട് നോക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എന്താണ് ഫസ്റ്റ് പോയിൻ്റ്? യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അതിനു മുൻപ് എന്താണ് മർദ്ദം? മർദ്ദം എന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ ലംബമായി ചെലുത്തുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. ഇതാദ്യം ക്ലിയർ ചെയ്ത് വെക്കുക, ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് വാതകമർദ്ദം? വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം അല്ലേ. എങ്ങനെ? യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. ക്ലിയർ ആണോ? അപ്പം എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. ക്ലിയർ ആണോ? ഓക്കെ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? സൈഫൺ, സിറഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ തുടങ്ങിയവ അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. എന്താണ് അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞു? അന്തരീക്ഷവായു ഒരു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം അല്ലേ. ഈ അന്തരീക്ഷവായു എങ്ങനെയാണ് മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചലിക്കുന്നത്? അന്തരീക്ഷവായു മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷവായു മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് പ്രവേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നോക്കൂ, നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അതിനകത്ത് അല്ലെങ്കിൽ ജ്യൂസ് എടുത്തു, അതിനകത്ത് സ്ട്രോ ഇട്ട് കുടിക്കുമ്പോൾ എങ്ങനെയാണ് ആ വെള്ളം മുകളിലോട്ട് വലിയുന്നത്? ഓക്കെ, അന്തരീക്ഷമർദ്ദം ഈ ഗ്ലാസ്സിലെ ജ്യൂസിനകത്തേക്ക് ഒരു മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? മർദ്ദമുള്ളത് അല്ലേ. അപ്പോൾ ഈ അന്തരീക്ഷവായു ഒരു മർദ്ദം ആ ജ്യൂസിലേക്ക് മർദ്ദം പ്രയോഗിക്കുന്നു. അപ്പോൾ ആ ജ്യൂസ് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ ആ സ്ട്രോയിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ വലിക്കുമ്പോൾ വരികയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതുപോലെ തന്നെയാണ് ഡ്രോപ്പറും സിറിഞ്ചും സൈഫണും. അപ്പോൾ ഇത് SCERT പാഠപുസ്തകത്തിൽ വളരെ വിശദമായി ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ കുറച്ച് പോയിൻറ്റ്സാണ് പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്ത ഒരു ഘട്ടത്തിലോട്ട് കടക്കാം. എന്താണ് അടുത്തത്? ബെർണോളി തത്വം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ബെർണോളി തത്വം എന്താണ്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. എന്താ പറയുന്നത്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ക്ലിയർ ആണോ? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. അപ്പോൾ ഈ ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് വിമാനം പറന്നുയരുന്നതും കാറുകളുടെ എയറോഡൈനാമിക് ഘടന. അപ്പോൾ ഈ ബെർണോളി തത്വം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ്? വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന. നമുക്ക് വിമാനം പറന്നുയരുമ്പോൾ എന്താണ്? വായു വേഗത്തിൽ ചലിക്കുന്നു അല്ലേ. അപ്പോൾ മർദ്ദം കുറയുന്നത് കൊണ്ട് തന്നെ എന്താണ്? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നുള്ള വായുവിൻ്റെ പ്രഷർ മൂലം അല്ലെങ്കിൽ മർദ്ദം മൂലം എന്താണ്? പെട്ടെന്ന് തന്നെ ഉയർന്നു പൊങ്ങാനായിട്ട് വിമാനത്തിന് സാധിക്കുന്നു എന്നതാണ്. ക്ലിയർ ആണോ?
ഓക്കെ, അടുത്തത് ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ഓക്കെ, ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എന്താണ്, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഒരു കയ്യിൽ നമ്മളൊരു സഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ ധരിച്ചിട്ട് അത് ഈ വെള്ളത്തിനകത്തേക്ക് മുക്കുക. അങ്ങനെ മുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ മുക്കുന്ന സമയത്ത് ഈ സഞ്ചി നമ്മുടെ വിരലുകളോട് അടുത്തങ്ങനെ വരുന്നു. എന്തുകൊണ്ടാണ്? അന്തരീക്ഷത്തിലുള്ള ആ മർദ്ദവും ദ്രാവകത്തിലെ വായുവിൻ്റെ മർദ്ദം എന്താ സംഭവിക്കുന്നത്? മർദ്ദം മൂലം നമ്മുടെ മർദ്ദം എങ്ങോട്ടാണ് ചെലുത്തുന്നത്? നമ്മൾ ഈ കൈ ഈ സഞ്ചിക്കകത്ത് ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിന് ഇട്ടല്ലോ, ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള മർദ്ദം, ആ ദ്രാവകം ചെലുത്തുന്ന മർദ്ദം മൂലമാണ് നമ്മുടെ കൈകളിലേക്ക് ആ സഞ്ചി പറ്റിപ്പിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിപ്പം പാഠപുസ്തകത്തിൽ ആ പരീക്ഷണം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്താണ് പറയുന്നത്? ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കാം, റിവൈസ് ചെയ്യാലോ. എന്താണ് മർദ്ദം? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. എന്താണ് വാതകമർദ്ദം? യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷ വായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷമർദ്ദം. എന്താണ് ബാരോമീറ്റർ? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസില്ലയാണ്. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാമാണ്? സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ തുടങ്ങിയവ. അപ്പോൾ ഇത് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ബർണോളി തത്വമാണ് അല്ലേ. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ബർണോളി തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? വിമാനം പറന്നുയരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക് ഘടന. ക്ലിയർ ആണോ? ഒരു ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവക ഉപരിതലത്തിൽ നിന്നുള്ള ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊരു ചെറിയ ചാപ്റ്ററാണ് എങ്കിലും ഇതിനകത്ത് ഒരു മാർക്ക് എന്തായാലും കിട്ടും. ഇത് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.